ആരായിരിക്കും ഫൈനലിസ്റ്റുകൾ, അതിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്, ഗോൾ നില എത്രയായിരിക്കും നോക്കൂ. അതോടൊപ്പം തന്നെ വലിയ പോരാട്ടം നമ്മൾ കാണുന്നത് ഗോൾഡൻ ബൂട്ടിനായാണ്. ഡബിൾ അടിക്കുമോ എംബാപ്പെ, അതോ ഇത്തവണ മെസ്സിക്കാണോ? എന്തായാലും ഗോൾഡൻ ബൂട്ട് റേസിലെ കണക്ക് കൂടി നമുക്കൊന്ന് നോക്കിയാൽ കിലിയൻ എംബാപ്പെ, ഫ്രാൻസിന്റെ പടക്കുതിര കിലിയൻ എംബാപ്പെ ഇതാ 8 ഗോളുമായി മുന്നിൽ തന്നെയുണ്ട്. 3 അസിസ്റ്റാണ് എംബാപ്പയ്ക്കുള്ളത്. ഇത്തവണയും ഫ്രാൻസ് സെമി ഫൈനലിലേക്ക് ഇറങ്ങുമ്പോൾ എംബാപ്പെ ഡബിൾ അടിക്കുമോ എന്നത് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. രണ്ടാമത് നമുക്ക് നോക്കിയാൽ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ മെസ്സിക്കൊപ്പം മെസ്സിക്ക് പിന്നാലെ എംബാപ്പെ എന്ന് പറയുന്നത് പോലെ തന്നെ മെസ്സി ഇതാ ഗോൾ വേട്ടയിൽ ഇത്തവണ ഏറ്റവും മുന്നിൽ മെസ്സി തന്നെയാണ്. 8 ഗോളുകളാണ്, ഒപ്പം 2 അസിസ്റ്റുകളും മെസ്സിക്കുണ്ട്. ലയണൽ മെസ്സിയുടെ മാജിക്കിനായി, മിഷിഹായുടെ മാജിക്കിനായി അർജന്റീന ആരാധകർ കാത്തിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന്റെ പടക്കുതിര ഹാരി കെയ്നാണ് തൊട്ടു പിന്നിലുള്ളത്. ഹാരി കെയ്നും ഗോൾ വേട്ടയിൽ മുന്നിൽ തന്നെയുണ്ട്. 6 ഗോളുകളാണ് ഹാരി കെയ്നുള്ളത്, 1 അസിസ്റ്റും ഹാരി കെയ്നുണ്ട്. അപ്പോൾ അർജന്റീനയ്ക്ക് ഇംഗ്ലീഷ് പരീക്ഷയാണ്. ഹാരി കെയ്നോ മെസ്സിയോ ഇരുവരും നേർക്കുനേർ വരുമ്പോൾ ആരാണ് കൂടുതൽ ഗോളുകൾ അടിച്ചുകൂട്ടുന്നത്. ഒപ്പം നമ്മുടെ ജൂഡ് ബെല്ലിംഗ്ഹാം തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. ഇംഗ്ലണ്ടിന്റെ യുവനിരയിൽ മുന്നിലുള്ള ബെല്ലിംഗ്ഹാമിനും 6 ഗോളുകളാണുള്ളത്, 1 അസിസ്റ്റും. അപ്പോൾ നോക്കൂ, ഇംഗ്ലണ്ടിന്റെ 2 താരങ്ങളാണ് ഗോൾഡൻ ബൂട്ട് റേസിൽ മുന്നിലുള്ളത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹാരി കെയ്നും ഒപ്പം ജൂഡ് ബെല്ലിംഗ്ഹാമും. മറുഭാഗത്ത് എംബാപ്പയുണ്ട്, മെസ്സിയുണ്ട്. ഇരുവരും 8 ഗോൾ വീതം നേടി മുന്നിൽ തന്നെയാണുള്ളത്.